ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു സൂചിപ്പിക്കുകയാണ്, ഈ വിശ്വം അറിവിൽ നിന്ന് വേറല്ല. എപ്രകാരമാണ്? ഈ മരുവിൽ പ്രവാഹം പോലെ, മരീചിക നമുക്ക് മരുഭൂമിയിൽ നമുക്ക് കാണുന്നതാണ്. മരുഭൂമിയിൽ ജലമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഉള്ളതുപോലെ ആണ് അതിൽപ്പെട്ട ഒരാൾക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ വിശ്വം, അത് അറിവിൽ നിന്ന് വേറല്ല. അറിവെന്ന് ഗുരു എപ്പോഴും സൂചിപ്പിക്കുന്നത് പരമ്പൊരുളിനെയാണ്, പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൽ നിന്നും വേറെയല്ല. നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി. തത്വമസി മഹർഷി ഉപദേശിക്കുമ്പോൾ ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, ഏതിലാണോ ഇത് നിലനിൽക്കുന്നത്, ഏതിലാണോ ഇത് ലയിക്കുന്നത്, അത് തന്നെയാണ് നീ. അതാണ് തത്വം അസി എന്ന് മഹർഷി പല ഉദാഹരണങ്ങളിലൂടെയും ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഈ അറിവിൻ്റെ പ്രാധാന്യം, ഈ അറിവ് നമ്മൾക്ക് ഉറപ്പിക്കുവാനായിട്ട്, അതിൽ നിഷ്ഠയുണ്ടാകുവാനായിട്ട്, അതിൽ സ്ഥിതമായിട്ടുള്ള പ്രജ്ഞയുണ്ടാകുവാനായിട്ട് ഉള്ള സാധന, അത് ഈ വിചാരം, ഈ അനലൈസേഷൻ, ഓരോന്നതായി അവയവം പിരിച്ചു നോക്കുന്ന ആ വിദ്യ, അല്ലെങ്കിൽ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി പൊരുളൊടുക്കുന്ന ആ പ്രക്രിയ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഈ വിശ്വം വേറെയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെയോ, കാര്യത്തിൽ നിൽപ്പതിക കാരണ സത്തേന്യം വേറല്ല വീജിയിലിരിപ്പത് വാര്യത്രി. ഇവിടെയും ഗുരു നമ്മൾ സർവ്വസാധാരണമായിട്ട് വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന ഉദാഹരണം തന്നെയാണ്. ഇവിടെ വീജിയിലിരിപ്പത് വാര്യത്രേ. നമ്മളുടെ കടലിലെ തിര, അതിലിരിക്കുന്നതും എന്താണ്? ജലം മാത്രമാണ്. വലിയ ജലാശയം അല്ലേ? നമ്മുടെ കടലെന്ന് പറയുന്നത് എത്രമാത്രം വലിപ്പമാണ്. അതിനകത്ത് അടിക്കുന്ന തിരകൾ, അത് ആ ജലത്തിൽ നിന്ന് വ്യത്യസ്തമല്ല, ജലം തന്നെയാണ്. അപ്പോൾ ജലത്തിൽ നിന്ന് തന്നെയാണ് ഈ കാറ്റും ഒക്കെ കൊണ്ട് ഇത് രൂപങ്ങളുണ്ടാകുന്നത്. നമ്മുടെ ഈ മനസ്സിനകത്തുള്ള വിക്ഷേപങ്ങൾ, ഒരുപാട് മനസ്സിലെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സങ്കല്പങ്ങളൊക്കെ. ഇതിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ ദുഃഖമയമായിട്ട് വേറൊരു സംസാര സമുദ്രം നമ്മൾ തീർക്കുന്നത്. ദൈവദശകത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗുരു ആദ്യത്തെ ശ്ലോകത്തിൽ ഒരു സംസാര സാഗരത്തെ കാണിക്കുന്നു. എന്നാൽ അവസാനത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴോ അത് ആനന്ദസാഗരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഒന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഒരേ സാഗരമാണുള്ളത്. പക്ഷേ അതിനെ അറിവില്ലായ്മ ഉള്ള സമയത്ത് അത് ദുഃഖമയമായിട്ടുള്ള ഒരു സംസാര സമുദ്രമായിട്ട് കാണുന്നു. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നറിയുമ്പോഴോ അത് ആനന്ദസാഗരമാകും. നമ്മളുടെ ഗാഠനിദ്രയിൽ നമ്മൾ ജാഗ്രതയും സ്വപ്നവും ഒക്കെ കണ്ട് അടങ്ങിക്കഴിയുമ്പോൾ, സ്വാഭാവികമായിട്ട് അടങ്ങുമ്പോഴാണ് ആനന്ദസാഗരത്തിലേക്ക് നമ്മൾ ദിവസവും, വല്ലപ്പോഴുമല്ല, നമ്മൾ ദിവസവും അഹരഹർ ഗച്ഛന്തി ബ്രഹ്മലോകം എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഗാഠനിദ്ര എപ്പോഴും അജ്ഞാനം കൊണ്ട് മൂടിക്കിടക്കുന്നതാണ് എന്നൊരു ധാരണ പരത്തിയിട്ടുണ്ട്. അതില്ല. അവിടെ അജ്ഞാനമുള്ളത് എപ്പോഴും നമ്മൾ ഈ ഉറങ്ങി
ഉറങ്ങുന്ന സമയത്തല്ല, മറിച്ച് ജാഗ്രത അവസ്ഥയിലാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അതായത് മനസ്സ് എപ്പോഴാണോ ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സുള്ളപ്പോഴും ആനന്ദസാഗരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സ് ബോധപൂർവം നമ്മളതിനെ ശാന്തമാക്കുമ്പോൾ, അതിന് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സുഖമുണ്ടാകുന്നത്. ഇപ്പം നല്ല ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. ആ ഭക്ഷണം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ ആ ചിന്ത അവിടെ അസ്തമിക്കുകയാണ്. ഇനിയൊരു ചിന്ത വന്നിട്ടുമില്ല. അങ്ങനെ രണ്ട് ചിന്തകളുടെ ഇടയ്ക്കാണ് ശരിക്കുള്ള ആ ഒരു നിശ്ചലത നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ എവിടെയാണോ മനസ്സ് പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നത്, അത് ശരിക്കുള്ള ആനന്ദ സാഗരം തന്നെയാണ്. അപ്പോൾ മനസ്സ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ പുറകെ നടക്കുമ്പോൾ അത് ദുഃഖമയമായിരിക്കും. നേരെ മറിച്ച് അറിവ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ വിശകലനം ചെയ്ത് മനസ്സിനെ ബോധപൂർവം നിർത്തിക്കഴിയുമ്പോൾ, ഇല്ലാതാക്കി കഴിയുമ്പോൾ, അവിടെ നമ്മൾ ആനന്ദത്തിൽ നമ്മളെല്ലാവരും ആറാടുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് അവനവൻ തന്നെയാണ് പ്രയത്നിക്കേണ്ടത് എന്ന് ഗുരു ഊന്നി പറയുകയാണ്, മറ്റൊരാളല്ല. ഇപ്പം നമ്മളുടെ തെറ്റായിട്ടുള്ള ധാരണകളെ, അറിവുകളെ ഒക്കെ മാറ്റി യഥാർത്ഥത്തിലുള്ള അറിവിലേക്ക് നമ്മൾ ഉണരണം. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.